ഇതാണ് മണ്ടപ്പുറ്റ്. പേര് കൊണ്ട് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നും. പലർക്കും അറിയാവുന്നതാണ്, എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും. മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. പച്ചരി ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. ഇത് ഒത്തിരി സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷമാണ് തയ്യാറാക്കുന്നത്. ഇത് ശരിക്കും അമ്പലനടയിൽ തന്നെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അമ്പലത്തിൻ്റെ ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമ്മുടെ തലയ്ക്കുണ്ടാകുന്ന എന്തെങ്കിലും അസുഖം, അല്ലാന്നുണ്ടെങ്കിൽ തലയുമായിട്ട് സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നേർച്ചയായിട്ട് അല്ലെങ്കിൽ ദേവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രസാദമായതുകൊണ്ടും ഒക്കെ തയ്യാറാക്കുന്നൊരു സ്പെഷ്യൽ വിഭവമുണ്ട്. ഇതൊരു പഴയ വീഡിയോ ആണ്, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അതിനുശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പൊടിയാക്കിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോവുക. അപ്പോൾ ഈ പൊടിയെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് അമ്പലനടയിലേക്ക് പോയി ആ പരിസരത്ത് വെച്ചിട്ട് ഇത് തയ്യാറാക്കുന്നത്. വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു പ്രസാദമാണ് നമ്മുടെ ഈ ഒരു മണ്ടപ്പുറ്റ്. ടേസ്റ്റും അതിഗംഭീരമാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പ്രസാദം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്പലനടയിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഇതൊരു ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പൊങ്കാല വരികയാണ്. അപ്പോൾ നമുക്ക് ഈ മണ്ടപ്പുറ്റ് ടി വിയിൽ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനൊരു പ്രസാദം കാണിക്കുന്നുണ്ടല്ലോ, ഇത് എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൗതുകം മാറുന്നതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം. നമുക്കൊന്ന് കഴിക്കാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് തയ്യാറാക്കി ഒന്ന് കഴിച്ച് നോക്കിയാലോ എന്നുള്ളത് ഈ തിരുവനന്തപുരത്ത് അല്ലാത്ത ആൾക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി, പിന്നെ കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് മാറ്റി, പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കരയും തേങ്ങയും കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ചാൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് വർഷങ്ങൾ പോയിട്ട് ഇത് പൊങ്കാല പായസം ഉണ്ടാക്കാനും ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാനൊക്കെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ മുതിർന്നവരുടെ കൂടെ പോയിട്ട് എനിക്ക് നല്ലതായിട്ട് കണ്ടു പരിചയമുണ്ട്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടും ചെയ്തിട്ടൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി ഇതുവരെ പൊങ്കാല ഇട്ടിട്ടില്ല, പക്ഷേ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ കൂടെ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ വറുത്ത അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കയും പിന്നെ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇതിനെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. അതായത് അരി നമ്മൾ നന്നായിട്ട് കുതിർത്ത് അതിനുശേഷം അതിനെ പൊടിച്ച് അതിനെ വറുത്തെടുത്തതാണ്. അതിലോട്ട് ശർക്കര, തേങ്ങ, ബാക്കിയെല്ലാം അത് ഈ പൊങ്കാല കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ പ്രസാദം തളിക്കുമല്ലോ, ആ ഒരു തീർത്ഥം കൊണ്ടുവന്ന് തളിച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിനെ കൈകൊണ്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടണം. അതിൽ ആ ശർക്കരയുടെ നനവും നാളികേരത്തിൻ്റെ നനവും അതുപോലെ നെയ്യുടെ നനവും ഒക്കെ ചേർന്നിട്ട്, പിന്നെ നമ്മളൊരു ഇഡ്ഡലി പാത്രം പോലത്തെ ഒരു പാത്രം കൊണ്ടുവരാറുണ്ട് അമ്പലത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ കലത്തിൽ വെച്ചിട്ട് അതിലൊരു ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് ഈ ഒരു പ്രസാദം. അപ്പോൾ പലരും ഇപ്പോൾ ടി വിയിൽ കണ്ടതിന് ശേഷം പൊങ്കാല സമയമല്ലേ, എന്നാൽ പിന്നെ നമുക്ക് പോയിട്ടൊന്ന് പൊങ്കാല ഇട്ടാലോ, അവിടുത്തെ സ്പെഷ്യൽ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുതിയ പാത്രത്തിലായിരിക്കും ഇത് ഉണ്ടാക്കുക. പാത്രമല്ല, മണ്ണിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊങ്കാല ദിവസം ഇതൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വിശിഷ്ടമായിട്ട് നമ്മൾ അമ്പലത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല ദിവസം നമ്മുടെ ദേവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും അതുപോലെ നമ്മുടെ ദോഷങ്ങളും നമ്മുടെ ചെറിയ ചെറിയ അസുഖങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസാദം ഇന്നത്തെ ദിവസം, അതായത് ഈ ഒരു പൊങ്കാല ദിവസം അവിടെ തയ്യാറാക്കുന്നത്. അത് നമ്മൾ ഭഗവതിക്ക് കൊടുക്കുകയാണ്. ആ ഒരു സന്തോഷം അത് ശരിക്കും നമ്മൾ അറിയുക തന്നെ വേണം കേട്ടോ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു വിഭവം കഴിക്കാനും വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രസാദത്തിൻ്റെ പേര് കുറച്ച് വ്യത്യസ്തമാണ്, മണ്ടപ്പുറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രൂപമാണ്. അതുപോലെ ഇത് തയ്യാറാക്കുന്നതും ഇങ്ങനെ വെറുതെ കൈകൊണ്ട് പ്രസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഒരു തലയുടെ ഷേപ്പിലാണ് ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇത് കുഴച്ച് ഉരുട്ടുന്നത് ശരിക്കും പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ഒരു തലയുടെ ഷേപ്പിൽ വരും. അതുപോലെ തന്നെ അതിന് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ ഒരു അത്രയും വിശിഷ്ടമായിട്ട്, അതായത് അത്രമാത്രം പ്രാർത്ഥനയോടു കൂടിയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്തവണ പൊങ്കാലയും നമുക്കിതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ ഒരു പ്രസാദം തയ്യാറാക്കാം. അപ്പോൾ അവിടെ പോയി തയ്യാറാക്കാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ അമ്പലത്തിൽ പോയി തയ്യാറാക്കുന്നവർക്കും ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നവർക്ക് അവിടെ തന്നെ പോയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക.